കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ പഞ്ചായത്ത് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ ജനപങ്കാളിത്തത്തിൻ്റെതായ പുതുപാഠങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. മാലിന്യ സംസ്കരണ രീതികളിലെ അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിലൂടെ ഈ മേഖലയിൽ പ്രവർത്തന മികവ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറാൻ പഞ്ചായത്തിന് കുറഞ്ഞ കാലയളവിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതായിരുന്നു ഈ രംഗത്തുള്ള പ്രധാന വെല്ലുവിളി. ഇതിനായി സന്നദ്ധ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുകയും അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് വാതിൽപ്പടി സന്ദർശനങ്ങൾ സംഘടിപ്പിക്കുകയും മാലിന്യ സംസ്കരണം ആരോഗ്യ സംരക്ഷണത്തെ എങ്ങനെ ഉറപ്പുവരുത്തുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ആപൽക്കരം തുടങ്ങിയുള്ള സന്ദേശമുയർത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മാലിന്യങ്ങൾ അവയുടെ ഉറവിടങ്ങളിൽ വച്ച് തന്നെ വേർതിരിച്ച ശേഷം സംസ്കരണത്തിനായി നൽകുക എന്ന പുതുരീതിയോട് ജനങ്ങൾ ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. എല്ലാ മാസവും 15 മുതൽ 25 വരെയുള്ള 10 ദിവസങ്ങൾ വീടുകൾ സന്ദർശിച്ചുള്ള മാലിന്യ ശേഖരണത്തിനായാണ് മാറ്റിവച്ചിരിക്കുന്നത്. തുടർന്ന് ഓരോ മാസത്തിലെയും 1 മുതൽ 14 വരെയുള്ള 15 ദിവസങ്ങൾ കൊണ്ട് മാലിന്യങ്ങൾ വേർതിരിക്കുകയും അവ ബെയിലിംഗ് നടത്തി വിപണനത്തിനായി നൽകുകയും ചെയ്യുന്നു. 20-ലധികം മാലിന്യ ഇനങ്ങളെ അവയുടെ ഉറവിട സ്ഥാനങ്ങളിൽ വച്ച് തന്നെ വേർതിരിക്കുന്നത് വിഭവങ്ങൾ പൂർണ്ണമായും വീണ്ടെടുക്കുന്നതിനും പുനഃചംക്രമണം ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇത് പാഴ്വസ്തുക്കളുടെ അളവ് കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു. സംസ്ഥാന ഹരിത മിഷനുമായി ബന്ധപ്പെടുന്നതിലൂടെ നൂതനമായ മാലിന്യ സംസ്കരണ രീതികൾ അനുവർത്തിക്കാൻ കഴിഞ്ഞതാണ് ഇരട്ടയാർ പഞ്ചായത്തിനെ ഈ വിജയത്തിലേക്ക് നയിച്ചത്. ഇതിലൂടെ മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഏറ്റവും അനുകരണീയമായ പ്രവർത്തന മാതൃക സൃഷ്ടിക്കാൻ ഇരട്ടയാർ പഞ്ചായത്തിന് കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്കൊപ്പം അവരുടെ തോളോട് തോൾ ചേർന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഇരട്ടയാറിന്റെ ഈ വിജയത്തെ ഇത്ര കണ്ട് തിളക്കമുള്ളതാക്കി മാറ്റുന്നത്.